പാല് കൊടുക്കാൻ പറ്റിയിട്ടില്ല. 20 ദിവസം വരെ എനിക്ക് മോന് പാല് കൊടുക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം അവന് ഇതുവരെ ഞാൻ ഒന്നും എടുത്തിട്ടില്ല. എൻ്റെ കയ്യിൽ എനിക്ക് അവനെ എടുക്കാൻ പറ്റിയിട്ടില്ല ഇത്രയും നാളായിട്ട്. 4 വർഷം കൂടിയിരുന്ന് കിട്ടിയ മോനാണ്. അവൻ എന്നെ കാണുമ്പോൾ അവനെ എടുക്കാനുള്ള ഇത് അവനുണ്ട്. പക്ഷെ അവനറിയാം എനിക്ക് എടുക്കാൻ പറ്റില്ല എന്നുള്ള. അവനെ കാണുമ്പോൾ സങ്കടം വിഷമമുണ്ട്. എടുക്കാൻ പറ്റാത്തതിൻ്റെ ബുദ്ധിമുട്ടും കാര്യമുണ്ട്. ഇതെല്ലാം ഡോക്ടറിൻ്റെ ഒരു ഒറ്റ അശ്രദ്ധയാണ്. കാത്തുകാത്തിരുന്നാണ് കുഞ്ഞ് പിറന്നത്. പക്ഷെ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെ പ്രസവം ഹസ്നയുടെ ജീവിതം എത്തിച്ചത് ദുരിതക്കയത്തിൽ. ഡോക്ടർ എപ്പിസോഡമിയിലെ കൂടെ എനിക്ക് മലം മോശം വന്നു തുടങ്ങി. അങ്ങനെ എനിക്ക് ബുദ്ധിമുട്ട് തുടങ്ങുന്നത് 7 ദിവസമായപ്പോഴത്തേക്ക് സ്റ്റിച്ച് ഫുള്ളായി പോയി. ആ മുറിവിൽ സ്റ്റിച്ച് ഫുള്ളായി പോയി. ഈ കാര്യം ഡോക്ടർ പിന്നെ ഒന്ന് നോക്കിയോ എടുത്തോ ഒന്നും ചെയ്തിട്ടില്ല. നേരെ വീട്ടിലാണ് ചെയ്തത്. ജൂൺ 19-ാം തീയതിയായിരുന്നു പ്രസവം. 3-ാം നാൾ മുതലാണ് പ്രശ്നമുണ്ടാകുന്നത്. മുറിവുണങ്ങിയാൽ എല്ലാം ശരിയാകുമെന്നായിരുന്നു ഡോക്ടർ പറഞ്ഞത്. സാധാരണ പ്രസവമായിട്ടും 10 ദിവസം ആശുപത്രി വിട്ടിട്ടും മലമൂത്ര വിസർജനം മുറിവിലൂടെ. 18 ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് സർജറി ചെയ്യുന്നത്. അവിടെ ചെന്ന് MRI എടുത്തപ്പോഴത്തേക്കാണ് അറിയുന്നത് മലദ്വാരത്തിൽ നരമ്പ് കട്ടായതാണ്. 2 സെന്റിമീറ്ററോളം നീളത്തിലാണ് നരമ്പ് കട്ടായേക്കുന്നതെന്ന്. അപ്പം ബന്ധുസുന്ദർ ഡോക്ടർ പറഞ്ഞത് നമ്മൾ വണ്ടി യാത്ര ചെയ്തിട്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, അല്ലാതെ അവരുടെ കയ്യിലെ കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത്. MRI എടുത്തപ്പോഴത്തേക്കാണ് അറിയുന്നത് ഇത്രയും ഇതായിട്ടാണ് മുറിവ് ഉള്ള കാര്യം. അത് കഴിഞ്ഞ് MRI എടുത്തിട്ട് അവർ പറഞ്ഞ് ബാഗ് കൊളോസ്റ്റമി ചെയ്യണം, കുടൽ പുറത്ത് വെച്ച് മലം വയറ് വഴി എടുത്താലേ പറ്റൂ, അല്ലാതെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ എടുത്ത്. നെടുമങ്ങാട് ജനറൽ ആശുപത്രിയിലും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സിച്ചിട്ടും ഒന്നുമായില്ല. മലമൂത്ര വിസർജനത്തിന് ബാഗുമായി നടക്കേണ്ട സ്ഥിതി. ബാഗ് വെച്ചതിനെ തുടർന്നുള്ള അണുബാധയും. ഇനി 2 ഓപ്പറേഷൻ ഉണ്ട്. എന്നാൽ മറ്റേ നരമ്പ് തയ്ക്കാനും ഈ കീറി വിട്ട ചതഭാഗത്ത് ചതെടുത്ത് വെക്കണം. പിന്നെ ഈ സ്റ്റോമ ബാഗ് ഇത് കൊടുത്ത ശേഷം തിരിച്ച് സ്റ്റോമ ബാഗ് വെക്കണം. അങ്ങനെ ഈ 2 ഓപ്പറേഷൻ കൂടെ പറഞ്ഞിട്ടുണ്ട് അവർ. ഇതുവരെ 6 ലക്ഷം രൂപയാണ് ചികിത്സയ്ക്ക് മാത്രമായി ചിലവായത്. ഹസ്നയുടെ പരാതി അന്വേഷിക്കുന്നുണ്ടെന്നാണ് നെടുമങ്ങാട് ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞത്. മനുഷ്യാവകാശ കമ്മീഷനും വനിതാ കമ്മീഷനും പരാതി നൽകിയിരിക്കുകയാണ് ഹസ്ന. കേരള മോഡൽ ആരോഗ്യം ലോകം മുഴുവനും വാഴ്ത്തുന്ന ഒന്നാണിത്. എന്നാൽ ഈ തിളക്കത്തിന് പിന്നിലെ ഹസ്ന ഫാത്തിമയെ പോലെയുള്ള 100 കണക്കിന് മനുഷ്യരുടെ നിശബ്ദമായിട്ടുള്ള നിലവിളികളുണ്ട്. ഒരു പ്രസവം കഴിഞ്ഞു 7 മാസമായിട്ട് നടക്കാനോ ഇരിക്കാനോ കഴിയാത്ത സ്വന്തം മനവിസർജനം വയറ്റിലെ ട്യൂബിലൂടെ നോക്കി നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ. ഒരു 23 വയസ്സുകാരിയുടെ അവസ്ഥയാണ് നമ്മൾ ഇന്ന് കണ്ടത്. ശരിക്കും ഇതൊരു പിഴവാണോ അതോ ക്രിമിനൽ അനാസ്ഥയാണോ? എന്താണ് ഹസ്നയുടെ കാര്യത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? മെഡിക്കൽ ഭാഷയിൽ ഇതിനെ ഓബ്സ്റ്ററ്റിക് അനാൽ സ്ഫിങ്ക്റ്റർ ഇഞ്ചറീസ് എന്ന് പറയും. ഗുരുതരമായിട്ടുള്ള ഒരവസ്ഥയാണിത്. പ്രസവ സമയത്ത് മലദ്വാരത്തിലെ ഞരമ്പുകൾക്ക് സംഭവിക്കുന്ന ഈ മുറിവ് തിരിച്ചറിയുന്നതിൽ ഡോക്ടർ പരാജയപ്പെട്ടു എന്ന് പറയുന്നതിനേക്കാൾ അത് അറിഞ്ഞിട്ടു മറച്ചു വെച്ചു എന്നാണ് ആരോപണം. ഇത് കാരണം റെക്ടോ വിജനൽ ഫിസ്റ്റുല എന്നുള്ള അവസ്ഥ ഉണ്ടാവുകയും മലം തുന്നിക്കെട്ടിയ ഭാഗത്തിലൂടെ പുറത്തേക്ക് വരികയും ചെയ്തു. ഇതിനെ തുടർന്ന് ശരീരത്തിലെ അണുബാധയും പടർന്നു. അതുമാത്രവുമല്ല, ഇവര് 6 ലക്ഷം രൂപ ഇതിനോടകം തന്നെ ചെലവഴിച്ചു കഴിഞ്ഞു. ഒരു സർക്കാർ ആശുപത്രിയിൽ ഒരു സാധാരണക്കാരന് ലഭിക്കുന്ന നീതിയാണിത്. യഥാർത്ഥത്തിൽ നീതി എന്ന് പറയുന്നത് ഇതാണോ? ആദ്യമായിട്ടൊന്നുമല്ല നമ്മുടെ കേരളം ഇത്തരം കാര്യങ്ങൾക്ക് സാക്ഷിയാകുന്നത്. സമാനമായിട്ടുള്ള ഞെട്ടിക്കുന്ന കേസുകൾ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഓർമ്മയിൽ ഇന്നും അത് പച്ചയായിട്ട് നിൽക്കുന്ന ചില കേസുകളുണ്ട്. ഒന്ന് നമുക്കറിയാം, കോഴിക്കോടിലെ ഹർഷന കേസ് എന്ന് പറയുന്നത്. 2017 സിസേറിനിടെ വയറ്റിൽ കത്രിക മറന്നു വെച്ചു എന്നുള്ളത് 5 വർഷത്തെ വേദനയ്ക്ക് ശേഷമാണ് അത് പുറത്തെടുത്തത്. എന്നാലും അതുമായി ബന്ധപ്പെട്ട പോരാട്ടം ഇപ്പോഴും തുടരുന്നുണ്ട്. പിന്നെ വയനാട്ടിലെ ആദിവാസിയുടെ യുവതിയുടെ കേസ് നമുക്കറിയാലോ. പ്രസവത്തിന് ശേഷം പ്ലാസന്റ, അതായത് മറുപിള്ള പൂർണ്ണമായിട്ട് നീക്കം ചെയ്യാത്തതിനെ തുടർന്ന് അവര് മരണം വരിക്കുകയും ചെയ്തു. ആ വാർത്തയും ഏറെ ചർച്ചയായതാണ്. അതുപോലെ തന്നെ കോട്ടയത്തെ ചികിത്സാ പിഴവ് മൂലം കാഴ്ച നഷ്ടപ്പെട്ട ഒരു കുട്ടി, രാഹുൽ എന്ന് പറയുന്ന കുട്ടി. ഇവിടെയെല്ലാം ഒരു പൊതു സ്വഭാവമുണ്ട് കേട്ടോ. പിഴവ് നടന്നാൽ ഉടൻ തന്നെ ആശുപത്രി അധികൃതർ എന്താണ് ചെയ്യുന്നത്? അവർ ഒത്തൊരുമിച്ച് അത് പ്രതിരോധിക്കാൻ ശ്രമിക്കും. ഇതിന്റെ സത്യം പുറത്തു വരാനോ വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടവും വേണ്ടി വരുന്നുണ്ട്. പിന്നെ എനിക്ക് ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ട് കേട്ടോ, അതാണ് എന്റെ ശബ്ദം ഇങ്ങനെ നിൽക്കുന്നത്. എന്നിരുന്നാലും ഈ ഒരു പ്രശ്നം നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയം ഞാൻ എടുത്തിട്ടത്. വയ്യാണ്ടെ ആണെങ്കിൽ പോലും ഞാൻ ഈ ഒരു വിഷയം പ്രതികരിക്കാനായിട്ട് ഇറങ്ങിയത്. കാരണം ഇത് വളരെ അനാസ്ഥയാണ്, ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഒരു സാധാരണക്കാരൻ നമ്മുടെ ആശുപത്രിയിൽ, സർക്കാർ ആശുപത്രിയിൽ പോകുന്നത് എന്തുകൊണ്ടാണ്? സ്വകാര്യ ആശുപത്രിക്ക് കൊടുക്കാനുള്ള കാശ് തങ്ങളുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ വിശ്വസിച്ചാണ് ഓരോരുത്തരും ഈ സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നത്. അപ്പം ഈ സർക്കാർ ആശുപത്രിയിലുള്ള ഇത്തരം കാര്യങ്ങൾ തന്നെ ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ ചെയ്യുമ്പോൾ ശരിക്കും ഇങ്ങനെയുള്ള ആൾക്കാർ, ഈ സാധാരണക്കാർ പിന്നെ എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ള ഒരു അവസ്ഥ വന്നിരിക്കുന്നത്. കയ്യിൽ കാശില്ലാത്തതിന്റെ പേരിൽ മാത്രമാണ് സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നത്. കാശില്ല എന്ന് നോക്കണ്ട, അവിടെ നമ്മളെ പിഴിയാനും ഈ ഒരു ആരോഗ്യ മേഖലയിൽ ഉണ്ട്. അത് ഇപ്പൊ ഹോസ്പിറ്റലിൽ പോകുന്ന എല്ലാവർക്കും അറിയാലേ, പേര് സർക്കാർ ആശുപത്രി ആണെന്നേ ഉള്ളൂ, പക്ഷേ
ചെയ്യേണ്ട പരിപാടികളെല്ലാം അവർ ചെയ്യുന്നുണ്ട്. നമ്മളിൽ നിന്ന് പൈസ എങ്ങനെയൊക്കെ ഈടാക്കാൻ പറ്റുന്നുണ്ട് അവർ ഈടാക്കുന്നുമുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മള് ഹോസ്പിറ്റൽ, അതായത് ഈ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അപ്പോഴപ്പോഴും പൈസ കൊടുത്താണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. എന്നാൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിലോ എല്ലാം കഴിഞ്ഞ് ഒരു ബില്ല് തരുന്നു എന്നുള്ള ഒരു ഡിഫറൻസ് മാത്രമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി എന്തുകൊണ്ടാണ് ഇത്രയധികം പിഴവുകൾ സംഭവിക്കുന്നത്? ചിലപ്പോൾ ഇവർക്ക് അമിതമായിട്ടുള്ള ഒരു ജോലി ഭാരം കാരണം ഈ പിഴവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് ഒരു ഗൈനക്കോളജിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ദിവസം 30 മുതൽ 50 പ്രസവങ്ങൾ വരെ കൈകാര്യം ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. അത്തരം സാഹചര്യം പല ആശുപത്രികളിലും ഉണ്ട്. ചിലപ്പോഴൊക്കെ ഈ PG വിദ്യാർത്ഥികളുടെ സേവനമായിരിക്കും ഇവര് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. അതായത് മെഡിക്കൽ കോളേജുകളിലും വലിയ ആശുപത്രികളിലൊക്കെ പലപ്പോഴും ഈ പ്രസവങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ആരായിരിക്കും? പരിശീലനം പോലും പൂർത്തിയാകാത്ത ജൂനിയർ ഡോക്ടർമാരായിരിക്കും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സംവിധാനങ്ങളുടെ ഒരു കുറവ് തന്നെയാണ്. അത്യാധുനികമായിട്ടുള്ള ഉപകരണങ്ങൾ ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും അത് പ്രവർത്തനക്ഷമമല്ല. സ്കാനിങ്ങിനായിട്ട് ആഴ്ചകളോളം കാത്തു നിൽക്കേണ്ടി വരുന്ന അവസ്ഥ ആശുപത്രിയിലൊക്കെ പോകുന്നവർക്ക് അറിയാലേ. ഡേറ്റ് ഇട്ട് തരും, സ്കാനിങ് ഡേറ്റും മറ്റു കാര്യങ്ങളുടെ ഡേറ്റ് ഇട്ട് തരും. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ വന്നു നിൽക്കുന്നത്. ശരിക്കും ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ ഈ രോഗികൾക്ക് എന്ത് ചെയ്യാനാണ് കഴിയുക? വേണമെങ്കിൽ ചികിത്സാ പിഴവ് ഒരു സേവനത്തിലെ കുറവായി കണക്കാക്കിയിട്ട് ഉപഭോക്തൃ കോടതിയെ സമീപിക്കാൻ സാധിക്കല്ലേ. പിന്നെ മെഡിക്കൽ കൗൺസിലിൽ പരാതി കൊടുക്കാനും സാധിക്കും. ഡോക്ടറുടെ ലൈസൻസ് റദ്ദാക്കാൻ ഈ ഒരു മെഡിക്കൽ കൗൺസിലിന് അധികാരമുണ്ട്. പിന്നെയുള്ളത് നമുക്ക് പോലീസിൽ പരാതി നൽകാൻ സാധിക്കും. IPC 338 അശ്രദ്ധ മൂലം ഗുരുതരമായിട്ടുള്ള പരിക്കേൽപ്പിക്കൽ എന്നുള്ള പ്രകാരം പോലീസിന് നമുക്ക് പരാതി നൽകാൻ സാധിക്കും. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഇതിന്റെ ഫൈനൽ റിസൾട്ട് കിട്ടണം എന്നുള്ള കാര്യത്തിൽ യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. എന്തായാലും ഇപ്പോൾ ഹസ്ന മനുഷ്യാവകാശ കമ്മീഷനിലും വനിതാ കമ്മീഷനിലൊക്കെ സമീപിച്ചിരിക്കുകയാണ്. ശരിയായിട്ടുള്ള ഒരു നീക്കം തന്നെയാണ് അവർ നടത്തിയത്. ജനങ്ങളുടെ ഇടയിൽ ഇപ്പോഴും വലിയൊരു വിഭാഗം വിശ്വസിക്കുന്നത് എന്താണ്? സർക്കാർ ആശുപത്രികൾ പാവപ്പെട്ടവർക്ക് സുരക്ഷിതമല്ല എന്നുള്ള കാര്യമാണ്. ഇപ്പൊ മിക്കവരുടെ മനസ്സിലും അത് തന്നെയാണ്. പണമില്ലാത്തവന് ജീവന് വിലയില്ലേ? ഈ ഒരു ചോദ്യം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഉയരുകയാണ്. ഡോക്ടർമാര് ദൈവങ്ങളായിട്ട് കാണുന്ന കാലമൊക്കെ കഴിഞ്ഞല്ലേ? അവര് കമ്മീഷനും ലാഭത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ള കടുത്ത വിമർശനങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഉയരുന്നത്. എന്നാൽ ഇതിനിടയിൽ തന്നെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന ഡോക്ടർമാരുമുണ്ട്. അവരും ഇത്തരം സംവിധാനങ്ങളുടെ ഇരകളാണ് എന്നുള്ള വാദവും ശക്തമാണ്. വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള താരതമ്യം ചെയ്തു നോക്കിയാൽ, പ്രത്യേകിച്ച് UK-യിലോ യൂറോപ്പിലോ ഇത്തരം ഒരു പിഴവ് സംഭവിച്ചാൽ ലക്ഷക്കണക്കിന് പൗണ്ട് നഷ്ടപരിഹാരം നൽകേണ്ടി വരും. അവിടെ ഓരോ ശസ്ത്രക്രിയയ്ക്കും വീഡിയോ റെക്കോർഡ് ചെയ്യപ്പെടാറുണ്ട്. എന്നാൽ ഇവിടെ ഒരു സർജറി നോട്ട് പോലും രോഗിക്ക് കൃത്യമായിട്ട് ലഭിക്കാറില്ല. ഇവിടെ ഹസ്ന ഫാത്തിമയുടെ ഈ ഒരു അനുഭവം കേവലം ഒരു വ്യക്തിയുടെ ദുരന്തമല്ല, മറിച്ച് നമ്മുടെ സിസ്റ്റത്തിന്റെ ഒരു പരാജയം തന്നെയാണ്. എന്തുകൊണ്ടാണ് പാവപ്പെട്ടവൻ മാത്രം എപ്പോഴും ഇത്തരം കൈപ്പിഴകൾക്ക് ഇരയാകുന്നത്? അതിന് ചില പ്രധാന കാര്യങ്ങളുണ്ട്. ഒന്ന്, അക്കൗണ്ടബിലിറ്റി കുറയുന്നു എന്നുള്ളതാണ്. ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് ഇത് സംഭവിച്ചതെങ്കിൽ അവിടുത്തെ മാനേജ്മെന്റ് ഭീമമായിട്ടുള്ള തുക നഷ്ടപരിഹാരം നൽകേണ്ടി വരുമായിരുന്നു. എന്നാൽ സർക്കാർ സംവിധാനത്തിൽ അന്വേഷണം നടക്കുന്നു എന്നുള്ള ഒരൊറ്റ മറുപടിയിൽ എല്ലാം ഒതുങ്ങുന്നു. പിന്നെ സാധാരണക്കാർക്ക് ഡോക്ടർമാരോട് ചോദ്യങ്ങൾ ചോദിക്കാനും ഭയമാണ്. ചോദിച്ചാൽ ചികിത്സ കിട്ടില്ല എന്നുള്ള ആശങ്ക. ഈ നിശബ്ദതയാണ് പലപ്പോഴും പിഴവുകൾ മറച്ചുവെക്കാൻ അധികൃതർക്ക് ഒരു ധൈര്യം നൽകുന്നത്. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു സാധാരണ കുടുംബം വർഷങ്ങൾ ഉണ്ടാക്കിയ ഒരു സമ്പാദ്യമാണ് ഒരു നിമിഷത്തെ അശ്രദ്ധ കൊണ്ട് ഇല്ലാതാകുന്നത്. ചികിത്സാ പിഴവുകൾ ഒരു കുടുംബത്തെ ദാരിദ്ര്യത്തിലേക്ക് തന്നെയാണ് തള്ളിവിടുന്നത്. എന്തായാലും നമുക്ക് ഇതിനെക്കുറിച്ച് ഇങ്ങനെ വാതോരാതെ സംസാരിക്കാനേ പറ്റത്തുള്ളൂ. പക്ഷെ അത് പ്രാവർത്തികത്തിൽ വരത്തില്ല. അതാണ് യഥാർത്ഥ സത്യം എന്ന് പറയുന്നത്. ഇവിടെ ഹസ്നയ്ക്ക് ഇപ്പോൾ ആവശ്യം 3 കാര്യങ്ങളാണ്. ഒന്ന്, നീതി. അതായത് ഉത്തരവാദികളായവർക്കെതിരെ മാതൃകാപരമായിട്ടുള്ള നടപടിയെടുക്കണം. രണ്ടാമത്, ചികിത്സ. ബാക്കിയുള്ള 2 ശസ്ത്രക്രിയകളും മികച്ച സൗകര്യങ്ങളോടു തന്നെ സൗജന്യമായിട്ട് പൂർത്തിയാക്കണം. പിന്നെയുള്ളത് ജീവനാംശം. കഴിഞ്ഞ 7 മാസത്തെ ദുരിതത്തിനും ഇനിയുള്ള ജീവിതത്തിനും സർക്കാർ മതിയായിട്ടുള്ള നഷ്ടപരിഹാരം നൽകണം. ഇനി ഈ വീഡിയോ കാണുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇതാണ്. രോഗി എന്ന നിലയിൽ നിങ്ങളുടെ അവകാശങ്ങളെ കുറിച്ച് ബോധവാന്മാരാകുക. ചികിത്സയുടെ ഓരോ ഘട്ടത്തിലും സംശയങ്ങൾ ചോദിക്കാനും റിപ്പോർട്ടുകൾ ആവശ്യപ്പെടാനും നിങ്ങൾക്ക് അധികാരമുണ്ട്. നമ്മുടെ നിശബ്ദതയാണ് ഇത്തരം അനാസ്ഥകൾക്ക് വളമാകുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. എന്തായാലും ഹസ്നയുടെ പോരാട്ടം എന്ന് പറയുന്നത് അവൾക്ക് വേണ്ടി മാത്രമല്ല, ഇനിയൊരു പെൺകുട്ടിക്കും ഈ ഒരു ഗതി വരാതിരിക്കാൻ വേണ്ടിയാണ്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. പിന്നെ ഇതുപോലെയുള്ള സമാന അനുഭവങ്ങളും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിൽ ആർക്കെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതും കമന്റിൽ രേഖപ്പെടുത്താം. എന്തായാലും നീതിക്കായിട്ടുള്ള ഇത്തരം പോരാട്ടങ്ങളിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാം. മറ്റൊരു പ്രധാന വിഷയവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം.